മിനിക്കുട്ടി, എവിടെ നീയേ? ഓ, ഇവിടെ ഇരിക്കുകയാണോ നീയേ? വിളിച്ചാലും വിളി കേൾക്കൂല. സ്കൂളിൽ പോകുന്നില്ല ഇന്ന് നീയേ? ഇല്ല, ഇനി ഞാൻ സ്കൂളിൽ പോകില്ല. അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? അങ്ങനെയൊന്നും പറയരുത് മോളെ. സ്കൂളിലേക്ക് പോകാൻ നോക്ക്. അമ്മേ, സ്കൂളിൽ എല്ലാവരും ടൂർ പോകുന്നുണ്ട്. എനിക്ക് മാത്രമാണ് പൈസ തരാതിരിക്കുന്നത്. 500 രൂപ മാത്രമേ ഉള്ളൂ. അതുകൂടി നിങ്ങൾക്ക് തരാൻ വയ്യെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അമ്മേ സ്കൂളിൽ പോകുന്നത്? ശരി, എൻ്റെ മകൾ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അച്ഛൻ ഉറങ്ങി എണിക്കട്ടെ. അതിനുശേഷം ഞാൻ 500 രൂപ ഉണ്ടെങ്കിൽ വാങ്ങി വെക്കാം കേട്ടോ. എൻ്റെ മകൾ വെറുതെ കരയരുത്. അകത്തേക്ക് വരാൻ നോക്ക്. ഞാൻ പൈസ വാങ്ങി വെക്കാം എന്ന് പറഞ്ഞില്ലേ? എന്നാൽ അമ്മേ, അച്ഛൻ വരുമ്പോൾ എന്തായാലും പൈസ വാങ്ങി വെക്കണം. ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. എന്താ രാധേ, രാവിലെ തന്നെ നീ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നത്? വാ ഇങ്ങോട്ട്, എന്താണെന്ന് വെച്ചാൽ കാര്യം പറയൂ. മോളിന്ന് രാവിലെ എണിച്ചിട്ട് കോലായിൻ്റെ തലക്കിൽ പോയി ഇരിക്കുകയായിരുന്നു. എന്താണ് ചോദിച്ച്, സ്കൂളിൽ പോകുന്നില്ല ചോദിച്ചപ്പോൾ പോകുന്നില്ലെന്ന് പറഞ്ഞ്. അവൾക്ക് ടൂർ പോകാൻ പൈസ 500 രൂപ വേണം, അച്ഛനോട് വാങ്ങി വെക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയെങ്കിലും അവൾക്കുള്ള 500 രൂപ റെഡിയാക്കി കൊണ്ടുവരണം. എല്ലാ കുട്ടികളും ടൂർ പോകുമ്പോൾ നമ്മുടെ മോൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹം? ശരി, ഞാൻ പണിക്ക് പോയി വരുമ്പോൾ മുതലാളിനോട് ഒരു 500 രൂപ കൂടുതൽ ചോദിച്ചു നോക്കാം. കിട്ടിയെങ്കിൽ അവൾക്ക് നമുക്കത് കൊടുക്കാം. എന്നാൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പണിക്ക് പോകാൻ നോക്കൂ. ശരി രാധേ, വേഗം റെഡിയാക്കി കൊടു, ഞാൻ പോയിട്ട് വരാം. എന്നാൽ പിന്നെ രാധേ, ഞാൻ പണിക്ക് പോയിട്ട് വരാം. ശരി രാജേട്ടാ. എന്നാൽ ക്ലാസ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടെല്ലാവരോടും ഒരു കാര്യം ചോദിക്കാൻ പോകുകയാണ്. നമ്മളുടെ ടൂർ പോകാനുള്ള ഫീസ് എല്ലാവരും കൊടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി കൊടുക്കാൻ ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്ന് ഇങ്ങോട്ട് വരിക. സാർ, ഞാൻ കൊടുത്തിട്ടില്ല സാർ ടൂർ പോകാനുള്ള കാശ്. അതെന്താ മിനിക്കുട്ടി, നീ മാത്രം പൈസ കൊടുക്കാതെ ഇരുന്നത്? എൻ്റെ അച്ഛൻ നാളെ തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. എന്നാൽ മിനിക്കുട്ടി മറക്കാതെ നാളെ കൊണ്ടുവരണം കേട്ടോ. ശരി സാർ. എന്താ രാജ, നീ ഈ ആഴ്ചയിൽ ശമ്പളം ഫുള്ളായിട്ട് വാങ്ങിയല്ലോ. വീണ്ടും എന്താണ് ഇവിടെ നിൽക്കുന്നത്? എന്താ വേണ്ടത് തനിക്ക്? അത് വന്ന് മുതലാളി, എനിക്കൊരു 500 ഉറുപ്പിക നിങ്ങൾ എക്സ്ട്രാ തരണം. അടുത്ത ആഴ്ച ശമ്പളത്തിൽ പിടിച്ചോളൂ. എൻ്റെ മകൾക്കൊരു ടൂർ പോകാൻ വേണ്ടിയാണ്. അത് കുഴപ്പമില്ല രാജ, ഞാൻ നിനക്ക് 500 രൂപ തരാം. മക്കളുടെ ഓരോ ആഗ്രഹമല്ലേ, അവർ ടൂറെല്ലാം പോയി വരട്ടെ. ശരി മുതലാളി, വളരെ ഉപകാരം. എന്നാൽ ഇന്ന് 500 രൂപ അടുത്ത ആഴ്ച ശമ്പളത്തിൽ നിന്നും പിടിക്കും കേട്ടോ. ശരി മുതലാളി. സാർ, നമസ്കാരം സാർ. എന്താ വേണ്ടത് നിങ്ങൾക്ക്? സാറേ, ഇത് എൻ്റെ ഭർത്താവാണ്. അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും പോയിരിക്കുകയാണ്. ഉടൻ തന്നെ മാറ്റിവെക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് സാറിനെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവമേ, എൻ്റെ അടുത്ത് ആകെ ഉള്ളത് 500 രൂപയാണ്. അതെൻ്റെ മകൾക്ക് ടൂർ പോകാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ ആ പൈസ ഇവർക്ക് കൊടുക്കണോ, ഈ പാവത്തിൻ്റെ കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി ഞാൻ സഹായം ചെയ്യണോ എന്ന് ആലോചിക്കുകയാണ്. എന്തായാലും ഇവർക്ക് കൊടുക്കാം. എന്നെ ദൈവം സഹായിക്കാതിരിക്കുകയില്ല. ഇതാ ചേട്ടാ, എൻ്റെ അടുത്ത് ഇപ്പോൾ 500 രൂപയുണ്ട്. അത് വെച്ചോളൂ നിങ്ങൾ. വളരെ നന്ദി ചേട്ടാ, നിങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം എന്നുണ്ടാകട്ടെ. അമ്മേ, ഇതാ അച്ഛൻ വരുന്നുണ്ട്. എന്താ നിങ്ങൾ വളരെ വിഷമിച്ചിട്ട് വരുന്നത്? ഒന്നുമില്ല, ഒക്കെ പറയാം. ഞാനിപ്പോൾ ഞാൻ മുതലാളിനോട് പൈസ ചോദിച്ചു. ഉടനെ തന്നെ മുതലാളി എനിക്ക് പൈസ എടുത്തു തന്നു. പക്ഷേ വരുന്ന വഴിക്ക് ഞാൻ ബസ് സ്റ്റോപ്പിലിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി വന്ന് അവരുടെ ഭർത്താവിന് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞ്, ഞാനപ്പോൾ മകൾക്ക് ടൂറിന് പോകാൻ വേണ്ടി വാങ്ങി വന്ന 500 രൂപ അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇപ്പോൾ എൻ്റെ മകൾക്ക് ടൂറിന് പോകാൻ പൈസ ഇല്ലാതായിപ്പോയി. അതാണ് എനിക്കിപ്പോഴുള്ള ആകെ വിഷമം.
എൻ്റെ അച്ഛൻ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. എനിക്ക് ടൂർ പോകാനുള്ള പൈസ സ്കൂളിൽ നിന്നും പിരിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് പോയി വന്നേക്കാം. ഇതിൽ നിന്നും അച്ഛൻ ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു കഷ്ടം വരുമ്പോൾ ദൈവം നമ്മളെയും സഹായിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യാൻ മടിക്കരുത്. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്.